Hi everyone, good morning. So ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്നുള്ള ചാപ്റ്റർ കണ്ടിന്യൂഷൻ ആണ്. സോ ലാസ്റ്റ് ക്ലാസ്സിലെടുത്ത കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ ചിലർക്ക് സംശയമായിട്ട് ചോദിച്ചു. അതിൻ്റെ ചെറിയൊരു ഡിസ്കഷൻ കൂടി വെച്ചുകൊണ്ട് നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ആംബറിൻ്റെ എക്സ്പെരിമെൻറ്റ് പറഞ്ഞിട്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പ്ലാസ്റ്റിക് റോഡ് ഗ്ലാസ് റോഡ് വെച്ചിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് പറഞ്ഞു. അതിൽ നമ്മൾ ഫൈനലൈസ് ചെയ്തെന്താന്ന് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? ലൈക്ക് ചാർജസ് റിപ്പൽ വൈൽ അൺലൈക്ക് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ. സോ ലൈക്ക് ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ഉദ്ദേശിക്കുന്നത് like charges means plus or minus and minus. അവരെന്താ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ റിപ്പൽ ഈച്ച് അതർ. അവരെന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അടുത്തടുത്ത് കൊണ്ടുവയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ വിട്ടുപോകും. റിപ്പൽ ഈച്ച് അതർ. വൈൽ അൺലൈക്ക് ചാർജസ്, ഏതാണ് നമ്മൾ ഈ അൺലൈക്ക് ചാർജസ് എന്ന് പറയുന്നത്? പ്ലസ് മൈനസ് അല്ലെങ്കിൽ മൈനസ് പ്ലസ്. അവരെന്ത് ചെയ്യും നമ്മൾ പറഞ്ഞത്? ദേ അട്രാക്ട് ഈച്ച് അതർ. ഇവിടെ നമ്മൾ മറ്റൊരു സയൻറ്റിസ്റ്റിൻ്റെ പേര് കൂടി നമ്മളൊരു എൻട്രൻസിൻ്റെ ഒരു ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കുക. ആരുള്ളത്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ അല്ലേ? എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ റോൾ ഇവിടെ? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ് ചാർജുകൾക്ക് പ്ലസ് എന്നും അതുപോലെ തന്നെ മൈനസ് എന്നുള്ളൊരു നെയിം അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ കൊടുത്തത്. ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നമുക്കൊരു ബ്ലൂ കളർ ബോക്സ് കാണാം. നിങ്ങളത് വായിച്ചാൽ അവിടെ നിങ്ങൾക്ക് മനസ്സിലാവും. സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ ഫിസിക്സിൽ നമ്മൾ ഇലക്ട്രിസിറ്റീനെ സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് മാഗ്നറ്റിസം അതിനെ സെപ്പറേറ്റ് ടോപ്പിക്കായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷേ നമ്മളെ 10th നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏഴ്സ്റ്റഡ് എക്സ്പെരിമെൻ്റ് അല്ലേ? ആ ഏഴ്സ്റ്റഡ് എക്സ്പെരിമെൻറ്റിൽ നമുക്കൊരു കാര്യം മനസ്സിലായി. എന്താണ്? ഇലക്ട്രിസിറ്റി മാഗ്നറ്റിസം സെപ്പറേറ്റ് തിങ്സ് അല്ല, ആക്ച്വലി ദേ ആർ വൺ. ആൻഡ് അത് വീണ്ടും മറ്റു ചില സയൻറ്റിസ്റ്റുകൾ കൂടി ആ ഒരു ഒബ്സർവേഷനെ വളരെ കൃത്യമായ രീതിയിൽ സ്പോട്ട് ഔട്ട് ചെയ്തു. ലോറൻസ് അല്ലെങ്കിൽ മാക്സ്വെൽ പോലത്തെ സയൻറ്റിസ്റ്റുകൾ പുതിയൊരു ഫിസിക്സിൽ പുതിയൊരു ബ്രാഞ്ചിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. എന്തായിരുന്നു ആ ബ്രാഞ്ച്? ഇലക്ട്രോ മാഗ്നറ്റിസം. ഈ പേര് ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ 10th സ്റ്റാൻഡേർഡിൽ കണ്ട ടോപ്പിക്സ് ആണ്. അതിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ യൂണിഫിക്കേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം എന്നുള്ള ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ ആരെ പറ്റിയിട്ടായിരുന്നു? ഇലക്ട്രോസ്കോപ്പിനെ പറ്റിയിട്ടായിരുന്നു. സോ ഇലക്ട്രോസ്കോപ്പുകളുടെ കേസിൽ ടെക്സ്റ്റ് ബുക്ക് ഡിസ്കസ് ചെയ്യുന്നത് ഏത് ഇലക്ട്രോസ്കോപ്പ് ആയിരുന്നു? ഗോൾഡ് ഫോയിൽ ഇലക്ട്രോസ്കോപ്പ്. എന്തായത് ഇലക്ട്രോസ്കോപ്പിൻ്റെ റോൾ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ചാർജിലാണോ അല്ലേന്ന് അറിയാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് ഇത് ഇലക്ട്രോസ്കോപ്പ്. നമ്മളും ഒരു ഇലക്ട്രോസ്കോപ്പിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ഏത് ഇലക്ട്രോസ്കോപ്പിൻ്റെ കൺസ്ട്രക്ഷൻ ഡിസ്കസ് ചെയ്ത് നമ്മൾ? അലുമിനിയം ഫോയിൽ ഇലക്ട്രോസ്കോപ്പ്. ഇത് രണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഗോൾഡ് ഫോയിൽ ഇലക്ട്രോസ്കോപ്പിൽ നമ്മൾ ആ എൻഡിൽ ഹുക്കിൽ നമ്മൾ ഹാങ് ചെയ്യുന്നത് ആരെയാണ്? ഗോൾഡ് ഫോയിലിനെയാണ്. നമ്മൾ ഉണ്ടാക്കിയതിൽ ആരെ? അലുമിനിയം ഫോയിലിനെയാണ്. ഓക്കെ. ആഫ്റ്റർ വി മൂവ് ഓൺ ടു ടോപ്പിക് കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. അവിടെ നമ്മൾ എന്താ കണ്ടക്ടർ, എന്താണ് അതിൻ്റെ ഇൻസുലേറ്റർ, എന്താണ് അതിൻ്റെ വ്യത്യാസം? ഇത് വളരെ ചെറിയ ക്ലാസ് ഉണ്ട്, നമുക്ക് അറിയാവുന്നതാണെങ്കിലും അവിടെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു പോയിന്റ് കൂടി നമ്മൾ കണ്ടിരുന്നു. കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ ഒരു ചാർജ് കൊടുത്താൽ അത് അതിൻ്റെ സർഫസിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആവും. അതേസമയത്ത് ഇൻസുലേറ്റേഴ്സിൻ്റെ കേസിൽ ഒരു ചാർജ് നമ്മൾ അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എവിടെയാണോ നമ്മൾ ആ ചാർജ് കൊടുത്തിട്ടുള്ളത് ആ ഒരു പോർഷനിൽ തന്നെ ആ ചാർജ് അതുപോലെ തന്നെ നിൽക്കുന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിന് ശേഷം നമ്മൾ നേരെ പോയിരിക്കുന്നു എർത്തിങ്ങിലേക്ക് അല്ലേ? അതിൻ്റെ വീഡിയോ തന്നെ നമ്മൾ കണ്ടിരുന്നു. നമ്മളെ വീട്ടിലൊക്കെ ഉള്ള എർത്ത് വയറിനെ പറ്റിയിട്ടും നമ്മൾ ആ ഒരു കേസിൽ ഡിസ്കസ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് വി ജസ്റ്റ് ടുക്ക് ദ ടോപ്പിക് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. വളരെ എളുപ്പമുള്ള ടോപ്പിക്. ഇതൊരു വീഡിയോ കണ്ടു. നമ്മളത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് എക്സാമ്പിൾ 1.1 ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങളത് കൃത്യമായിട്ട് വീഡിയോ ഒരു വട്ടോടി കാണാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും വേറെ ക്ലിയർ ആവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ. ഒരു ഒബ്ജക്റ്റ് എങ്ങനെയാണ് നമ്മൾ ഇൻഡക്ഷൻ വഴി ചാർജ് ചെയ്യുക, അതെങ്ങനെയാണ് നമ്മൾ പെർമനൻ്റ് ചാർജ് ആ ബോഡിക്ക് കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു പോർഷൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കുക. ഓക്കെ. അപ്പോൾ അതിന് ശേഷം നമ്മൾ പറഞ്ഞ ടോപ്പിക്ക് ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ് ആയിരുന്നു. ഞാൻ ആ ടോപ്പിക് എടുത്ത സമയത്ത് തന്നെ പറഞ്ഞു ഇവിടെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക് ഉണ്ട്, ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. മറ്റേത് ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ടല്ല, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഐഡന്റിറ്റി ഓഫ് ചാർജ് അതിൽ യാതൊരു മാത്സിനും വലിയ റോളില്ല. ചാർജ് ഈസ് കൺസേർവ്ഡ്, തിയററ്റിക്കലാണ്. ആൻഡ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്, അപ്പോൾ അത് നമുക്ക് ഇവിടെ ഒന്ന് എഴുതി നോക്കാം. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത്? നമുക്കറിയാവുന്ന ഏതൊരു ചാർജിനെയും നമുക്ക് ക്യൂന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാവുന്ന ഏതൊരു ചാർജിനെയും ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് കാണിക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞത് വേർ ഇ ഈസ് ഈക്വൽ ടു, ഇതാണ് ഇലക്ട്രോണിൻ്റെ ചാർജാണ് ഉദ്ദേശിക്കുന്നത്, ഈസ് ഈക്വൽ ടു 1.6 × 10⁻⁹ കൂളം അല്ലേ? അപ്പോൾ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും നമ്മൾ പറഞ്ഞത്? സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ ചോദ്യം വരികയാണ്, ഒരു വയറിലൂടെ 1 കൂളം ചാർജ് ഫ്ലോ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര ഇലക്ട്രോൺസ് ആണ് ഫ്ലോ ചെയ്യുന്നത്? അങ്ങനെ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ്, ഇവിടെ ക്യൂ തന്നിട്ടുണ്ട് 1 കൂളം ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ന് അറിയില്ല. അതാണ് കണ്ടെത്തേണ്ടത്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് കണ്ടെത്തേണ്ടത്. ഇലക്ട്രോണിൻ്റെ ചാർജ് നമുക്കറിയാം 1.6 × 10⁻⁹. അപ്പോൾ നമുക്ക് എന്നല്ലേ കാണേണ്ടത്? എന്നോട് നിർത്തുക, ഇതിനെ കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ലെഫ്റ്റ് സൈഡിലേക്ക് വിടുന്ന 1/1.6 ×
10⁻⁻19 എത്രയാണോ അത്രയും നമ്പറാണ് ആരുണ്ടായിരിക്കുക, ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കുക. സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ എളുപ്പത്തിൽ കിട്ടാവുന്നതേ ഉള്ളൂ അല്ലേ. പിന്നെ ഇവിടെ നമ്മൾ മറ്റൊരു സംശയം ചിലരൊക്കെ ചോദിച്ചതായിരുന്നു, നമ്മൾ ഈ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് ഉള്ള ടോപ്പിക്കിന് മാക്രോസ്കോപ്പിക് ലെവലിൽ വലിയ റോളില്ല, അതേസമയത്ത് മൈക്രോസ്കോപ്പിക് ലെവലിൽ റോൾ ഉണ്ട് താനും. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. മാക്രോസ്കോപ്പിക് ലെവലിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീൽ ചെയ്യണത് ഒരുപാട് വലിയ വാല്യൂസ് ഓഫ് കൂളത്തിനെ പറ്റിയിട്ടാണ് അല്ലേ. അല്ലാതെ ഒരു കൂളം, 2 കൂളം, ഒരു മൈക്രോ കൂളത്തിനെ പറ്റി നല്ല നമ്മൾ ഡിസ്കസ് ചെയ്യണം. ബില്യൺസ് അല്ലെങ്കിൽ അതിൽ മേലേക്കുള്ള നമ്പറിലുള്ള കൂളംസിനെ പറ്റി നമുക്ക് പറയേണ്ടി വരിക. അവിടെ 1 ഇലക്ട്രോൺ കൂടിയത് കൊണ്ടോ 2 ഇലക്ട്രോൺ കൂടിയത് കൊണ്ടോ ഇനി മേ ബി 1000 ഇലക്ട്രോൺസിന് കൂടിയെന്ന് വെച്ചോ, അതൊന്നും ആ വലിയ വാല്യൂവിനെ ചേഞ്ച് വരുത്താൻ മാത്രം പര്യാപ്തമല്ല, അല്ലെങ്കിൽ ആപ്റ്റ് അല്ല, അത് പോരാ. അത്ര ചെറിയൊരു 1000 ഇലക്ട്രോൺസിൻ്റെ ചേഞ്ച് വരുമ്പോഴേക്ക് ഇത്രയും വലിയ ചാർജൊന്നും മാറില്ല, അല്ലെങ്കിൽ അത് ആ ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് മാറില്ല. അതുകൊണ്ടാണ് മാക്രോസ്കോപ്പിക് ലെവലിൽ ഈ ക്വാണ്ടൈസേഷൻ എന്നുള്ള ടോപ്പിക്കിന് വലിയ റോളില്ല എന്ന് പറയുന്നത്. അതേസമയത്ത് മൈക്രോസ്കോപ്പിക് ലെവലിലാണെങ്കിൽ സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ ആകെ 1 കൂളം ചാർജേ ഉള്ളൂ. അവിടെ ഒരു 10 ഇലക്ട്രോൺ അല്ലെങ്കിൽ 1000 ഇലക്ട്രോൺ വരുമ്പോൾ എൻ്റെ ആയിട്ട് വാല്യൂ തന്നെ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മൈക്രോസ്കോപ്പിക് ലെവലിൽ ക്വാണ്ടൈസേഷൻ റോൾ ഉണ്ടെന്നും അതേപോലെ തന്നെ മാക്രോസ്കോപ്പിക് ലെവലിൽ റോള് ഇല്ല എന്നും നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായിട്ട് ഡിസ്കസ് ചെയ്ത ടോപ്പിക്. ഇനി നമുക്ക് പറയാനുള്ളത് ഏതാണ്? കൂളംസ് ലോ. അപ്പോൾ ശ്രദ്ധിച്ചേക്കണം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലേ പറഞ്ഞിരുന്നു കൂളംസ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്തമാറ്റിക്കലായിട്ട് ചെറിയ ഫോർമുലേഷൻസ് ഒക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രോബ്ലം പരീക്ഷയ്ക്കും അതുപോലെ തന്നെ എൻട്രൻസിന് ചോദിക്കാറുണ്ട്, പല ഫോമിൽ ചോദിക്കാറുണ്ട്. സോ ബേസിക്സ് ക്ലിയർ ചെയ്യുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ചോദിക്കുക. അപ്പോൾ കൂളംസ് ലോ ഒരു ഇൻവേഴ്സ് സ്ക്വയർ ലോ ആണ്. അപ്പോൾ എന്താ ഇൻവേഴ്സ് സ്ക്വയർ ലോ? ഇൻവേഴ്സ് സ്ക്വയർ നമുക്ക് ഓൾറെഡി അറിയാം. നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഇത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. F=G(m1m2)/r². m1 m2 എന്ന് പറഞ്ഞാൽ മാസ്സാണ്, r എന്ന് പറഞ്ഞാൽ ആ മാസുകൾക്കിടയിലുള്ള ദൂരമാണ്, ഡിസ്റ്റൻസ് ആണ്. ഇത് ഓർമ്മ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ ഇക്വേഷൻ എന്താണ് പ്രത്യേകത? ഇവിടെ F ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² എന്നാണ്. ഇങ്ങനത്തെ ഇക്വേഷനുള്ള ലോകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻവേഴ്സ് സ്ക്വയർ ലോ. ഇതേപോലത്തെ ഒരു ഇൻവേഴ്സ് സ്ക്വയർ ലോ ആണ് ഇത് കൂളംസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കൂളംസ് ലോ? ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ കേസിൽ നമ്മൾ മാസുകളെ പറ്റിയിട്ടാണ് പറഞ്ഞതല്ലേ. അപ്പോൾ ഇതേപോലത്തെ സെയിം ഇക്വേഷൻ, പക്ഷെ ഇവിടെ മാസ് അല്ല നമ്മൾ ആ റോള്. ഇവിടെ നമ്മളെ റോള് ആർക്കാണ് റോൾ ഉള്ളത്? ഇവിടെ നമ്മുടെ റോൾ ഉള്ളത് ചാർജുകൾക്കാണ്. ഓക്കെ, ഇവിടെ നമ്മൾ റോൾ ആർക്കാണ്? ചാർജുകൾക്കാണ്. അതുപോലെ തന്നെ അവിടെ നമുക്ക് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെ അതിന് പകരം വേറെ ഏതോ ഒരു കോൺസ്റ്റന്റ് വരാനുണ്ട്. ഡിസ്റ്റൻസ് അത് തന്നെ സെയിം ആയിട്ട്. അപ്പോൾ നമുക്കിവിടെ എന്താണ് ഇക്വേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. അതുപോലെ അത് എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്ത് വരുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് അറിയാണ്ട് എളുപ്പ വഴി നമുക്കൊന്ന് നോക്കാം. സോ കൺസിഡർ 2 ചാർജസ് Q1 ആൻഡ് Q2. 2 ചാർജുകൾ Q1 Q2 എന്നുള്ള 2 ചാർജുകൾ. ദേ ആർ സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് r. ഇവിടെ നമ്മൾ തൽക്കാലം ഈ ഒരു ചാർജിൻ്റെ ഒരു റേഡിയസ് അല്ലെങ്കിൽ ആ ചാർജിൻ്റെ ഡയമെൻഷൻ നമ്മളിവിടെ എടുക്കണില്ല. അതിൻ്റെ കാരണം എന്താണ്? നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഈ ഒരു ദൂരം ഉണ്ടല്ലോ, 2 ചാർജുകളുടെ ദൂരം, ലെറ്റ് മീ റൈറ്റ് ഇറ്റ് ആസ് r. ഈ എഴുതി തന്നെ എടുത്താൽ ഈ ഒരു ദൂരം r എന്ന് വിചാരിക്കുക. ആ r ഇതിൻ്റെ വലിപ്പമില്ലേ, ഇതിൻ്റെ ഈ റേഡിയസ് അല്ലെങ്കിൽ എന്ത് ഡയമെൻഷനോടെ വെച്ചാൽ ആ ഒരു ലെങ്ത്ത്, ആ ലെങ്ത്തിനേക്കാൾ ഒരുപാട് വലുതാണ് ആര്? ഈ 2 ചാർജുകളുടെ ഇടയിലുള്ള ദൂരം. അതുകൊണ്ട് അങ്ങനെ ഒരു അസംഷൻ നമ്മൾ എടുത്തത് കൊണ്ട് നമ്മളിവിടെ ആരെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ഒരു ലെങ്ത്തിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ നമ്മളിവിടെ അസ്യൂം ചെയ്താണ് ആസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ചാർജസ് ഇസ് bigger or a larger value when corresponding to that of the radius or the length or the dimension of these charges, we can consider these charges as point charges. അതായത് 2 ചാർജുകളിലുള്ള ദൂരം ആ ചാർജുകളുടെ വലുപ്പത്തിനേക്കാൾ വലുതാണെങ്കിൽ ആ ചാർജ് നമുക്ക് എന്തായിട്ട് കാണാം? വി ക്യാൻ കൺസിഡർ ദം ആസ് പോയിന്റ് ചാർജസ്. ഓക്കെ, പോയിന്റ് ചാർജായിട്ട് കാണാം. അപ്പോൾ ഒന്നുകൂടി സ്റ്റാർട്ടിങ് വരാം. സോ വി ആർ ഹാവിംഗ് 2 പോയിന്റ് ചാർജസ് Q1 and Q2 separated by a distance of r. നമുക്ക് ഇക്വേഷനിൽ r എന്ന് d എന്നൊക്കെ കാണാം. ഇനി ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിനെ ഫോളോ ചെയ്യുക. ഇറ്റ് ബി r. സോ നമ്മളൊരു സയൻറ്റിസ്റ്റ് ഉണ്ട്, ഹിസ് നെയിം ഈസ് ചാൾസ് അഗസ്റ്റിൻ ഡി കൂളം. അദ്ദേഹം കണ്ടെത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 2 ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ചാർജുകളുടെ പ്രൊഡക്റ്റിന് പ്രൊപ്പോർഷനാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഈ ആദ്യം എഴുതിയാണ് നമുക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു Q1, ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു Q2. അതായത്
ഫോഴ്സ് എന്ന് പറയുന്നത് അതിലുള്ള ഓരോ ചാർജിനോടും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതേപോലെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. സോ ഇതിന് ഓൾ ടുഗദറായിട്ട് നമ്മൾ എന്ത് ചെയ്ത് എഴുതുക? എഫ് പ്രൊപ്പോർഷണൽ ടു Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇവിടെ നമുക്കറിയാം പ്രൊപ്പോർഷണലിറ്റിന്റെ സിമ്പിൾ വേണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? സോ ആ കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ആണെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു കെ Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. കണ്ടല്ലോ? അപ്പോൾ എന്താണ് ഇവിടെ കെ കൊടുക്കുന്നത്? ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് ഈക്വൽ ടു ആക്കണമെങ്കിൽ, പ്രൊപ്പോർഷണാലിറ്റി മാറി ഇതൊരു ഇക്വേഷൻ ആവണമെങ്കിൽ, ഒരു ഇതേപോലത്തെ ഒരു റിലേഷൻ, ഇതൊരു റിലേഷനാണ് ശരിക്കും. അതൊരു ഇക്വേഷൻ ആവണമെങ്കിൽ നമുക്ക് ഒരു ഭാഗത്തുള്ള ടേം, നമുക്ക് LHS സൈഡിലുള്ള ടേം കഴിഞ്ഞാൽ പ്രൊപ്പോർഷണൽ സിമ്പിൾ അല്ല വേണ്ടത്. ഏതാ വേണ്ടത്? ഈക്വൽ ടു സിമ്പിളാണ് വേണ്ടത്. അപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറി ഈക്വൽ ടു ആയിട്ട് നമ്മൾ ആരെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത്? ഒരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തത്. ഇവിടെ ഈ കോൺസ്റ്റന്റിന്റെ വാല്യൂ, കെന്റെ വാല്യൂ നമ്മൾ കഴിഞ്ഞ കൊല്ലം നമ്മൾ ആ സെക്കൻഡ് ചാപ്റ്ററിലൊക്കെ യൂണിറ്റ്സിന്റെ ഒക്കെ ചാപ്റ്റർ നമ്മൾ പറഞ്ഞിരുന്നില്ലേ? ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്തിട്ടാണ് ആ കോൺസ്റ്റന്റ് വാല്യൂ കണ്ടെത്തുക. ആൻഡ് അവർ സയന്റിസ്റ്റ് ഫൗണ്ട് ഇറ്റ് ആസ് 9 × 10⁻⁹. ഓക്കെ, 9 × 10⁹9. യൂണിറ്റ് ഞാൻ തൽക്കാലം പറഞ്ഞില്ല. യൂണിറ്റുകൾ നമുക്ക് ഇങ്ങനെ കാണാം. എങ്ങനെ യൂണിറ്റ് കണ്ടെത്താറുള്ളത് നമ്മൾ സാധാരണ അതേ വഴി നമുക്ക് യൂസ് ചെയ്യാം. തൽക്കാലം ഒന്ന് റബ്ബ് ചെയ്യട്ടെ, എഴുതിയെടുക്കുക കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ എഴുതിയെടുക്കുക. റബ് ദീസ് തിങ്സ്. അപ്പോൾ നമ്മളിപ്പോൾ എന്തിൻ്റെ ഇക്വേഷൻ ചെയ്തത്? ഫോഴ്സിൻ്റെ ഇക്വേഷൻ ചെയ്തത്. ഫോഴ്സിൻ്റെ യൂണിറ്റ് നമുക്ക് ഓൾറെഡി അറിയാലോ. എന്താ ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്? ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ് ഫോഴ്സിൻ്റെ യൂണിറ്റ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു, ഞാൻ ജസ്റ്റ് അതിൻ്റെ യൂണിറ്റ്സ് എഴുതാണ് എളുപ്പം വഴിക്ക് വേണ്ടിയിട്ട്. ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു ഏതോ ഒരു കോൺസ്റ്റൻറ്റ്, ഓക്കെ, ഏതോ ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണല്ലോ, സംശയമൊന്നുമില്ലല്ലോ. അപ്പം നമുക്ക് ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു, നമുക്കറിയാം ചാർജുകളുടെ യൂണിറ്റ് എന്താ? കൂളമാണ് അല്ലേ? കൂളം ഇൻറ്റു കൂളം ഡിവൈഡ് ബൈ ഇത് ആർ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ്. നമ്മൾ SI സിസ്റ്റം പ്രകാരം മീറ്റർ സ്ക്വയർ. സോ നമുക്ക് ഇതിനോട് കൊണ്ടുപോവുകയാണെങ്കിൽ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ ആണ് ആരെ യൂണിറ്റ്? നമ്മുടെ കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് മറ്റൊരു കാര്യം കൂടി ചെയ്യാലോ. ഈ കോൺസ്റ്റന്റ് ഡയമെൻഷൻ കണ്ടൂടെ? നമുക്ക് ന്യൂട്ടൺ ഡയമെൻഷൻ അല്ലേ, ഫോഴ്സിന്റെ ഡയമെൻഷൻ അറിയില്ലേ? അറിയാം. പിന്നെ മീറ്റർ, അത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്, അതുകൊണ്ട് L⁻². അതുപോലെ കൂളം എന്ന് പറഞ്ഞാൽ അതിനും എന്താണ്? അതൊരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണോ അതോ വേറെ എന്തെങ്കിലും ക്വാണ്ടിറ്റി ആണോ? ഓക്കെ, ഇനിവേ നമുക്ക് ചെയ്യുന്ന രീതികളൊന്നും നോക്കിക്കോ. ഫണ്ടമെന്റൽ ആണോ ഡിഫറെൻ്റ് ആണോ അത് നിങ്ങൾക്ക് മനസ്സിലാവുമോ? അപ്പോൾ നമ്മുടെ കെൻ്റെ, അതായത് ആ കോൺസ്റ്റന്റ് ഡയമെൻഷനല്ല യൂണിറ്റ് നമ്മൾ കാണാൻ പോകുന്നത്. സോ എങ്ങനെ കണ്ടത്? ന്യൂട്ടൺ എന്ന് പറഞ്ഞ ഫോഴ്സ് ആണ്. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? mLT⁻². അപ്പോൾ ന്യൂട്ടൺ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mLT⁻². ഇത് അറിയാത്ത ആൾക്കാർ ഇത്ര ചെയ്താൽ മതി. ന്യൂട്ടൺ എന്ന് പറഞ്ഞ ഫോഴ്സിന്റെ യൂണിറ്റ് അല്ലേ? F ഈസ് ഈക്വൽ ടു ma എന്നല്ലേ? ആണ്. എമ്മിന്റെ യൂണിറ്റ് എന്താണ്? ഡയമെൻഷൻ എന്താണ്? ക്യാപിറ്റൽ M അല്ലേ? A എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ അല്ലേ? ആക്സിലറേഷൻ പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ബൈ ടൈം അല്ലേ? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലേ? അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഡിവൈഡഡ് ബൈ ടൈം, അതാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ഡയമെൻഷൻ L ബൈ ടി അത് എന്ത് ചെയ്യും? നേരെ മേലേക്കോ T² ആവും. ഇത് മേലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ LT⁻². അപ്പോൾ അതിൻ്റെ കൂടെ M ഉണ്ട്, L ഉണ്ട്, T⁻². അതാണ് ഞാനിവിടെ ഡയറക്റ്റ് ആയിട്ട് mLT⁻² എന്ന് എഴുതിയത്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി എന്താണ്? ന്യൂട്ടൻ്റെ നമ്മൾ എഴുതി. പിന്നെ അതിൻ്റെ പുറമാരുണ്ട് ഒരു L² ഉണ്ട് ഡിവൈഡഡ് ബൈ കൂളം ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. ചാർജ് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണോ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണോ? എന്ത് ക്വാണ്ടിറ്റി ആണത്? അതൊരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. സോ കൂളംബ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമ്മളെ എന്തായിരിക്കും നമ്മൾ ഫൈനൽ ആൻസർ? M L × L² L⁻³ T⁻², C⁻² അല്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ ആരുടെ ഡയമെൻഷൻ? നമ്മുടെ കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതും കൂടി ഇവിടുന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് MCQ ഒക്കെ സാധാരണ ചോദിക്കാറുള്ളതാണ്. നമുക്ക് ഇനിയുണ്ട് MCQ ഡിസ്കസ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ബാക്കി പറയാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വല്ലാതെ വായിക്കുകയാണെങ്കിൽ മേ ബി നിങ്ങൾ കൺഫ്യൂസ് ആവാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ എടുത്ത് പറയുകയാണ്. കൂളം എന്ന് പറയുന്ന ഈ സയൻറ്റിസ്റ്റ്, ലോൻ്റെ പേരല്ല കേട്ടോ, കൂളം, അതായത് നമ്മുടെ ചാൾസ് അഗസ്റ്റിൻ ഡി കൂളം, ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ ഒബ്ജക്റ്റുകളുടെ, അല്ലെങ്കിൽ ഈ നമ്മൾ ഈ പോയിന്റ് ചാർജ് എന്ന് വിളിക്കുന്ന ആ ഒബ്ജക്റ്റുകളുടെ ചാർജ് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു. പിന്നെ എങ്ങനെ അദ്ദേഹം ചാർജ് ചെയ്ത്? ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ചു. അദ്ദേഹം അസ്യൂം ചെയ്തു, അദ്ദേഹം ഒരു സ്ഫിയർ എടുത്തു, അത് ചാർജാണ്. അദ്ദേഹം അസ്യൂം ചെയ്തു അതിന്റെ ചാർജ് എന്താണ്? Q ആണ്. എന്നിട്ട് അതേ വലിപ്പമുള്ള മറ്റൊരു സ്ഫിയറിനൊക്കെ അതുകൊണ്ട് ടച്ച് ചെയ്യിപ്പിച്ചു.
അങ്ങനെ നമുക്കറിയാലോ ചാർജുകൾ ഫ്ലോ ചെയ്യും. കണ്ടക്ടർ ആണെങ്കിൽ ഒബ്വിയസ്ലി അത് ഫ്ലോ ചെയ്യും. ഒരേ ചാർജ് ആവണ വരെയാണ് ഫ്ലോ ചെയ്യുക. അപ്പോൾ ഈ ക്യൂ എന്നുള്ളത് ഒരേ ചാർജ് ആവുന്നതാണ്. ഇവിടെ എത്ര ഉണ്ടാവുള്ളൂ? Q/2. ഇവിടെ എത്ര ഉണ്ടാവുള്ളൂ? Q/2. ഈ Q/2 എന്നുള്ളത് മറ്റൊരു ചാർജ് ഇല്ലാത്ത ബോർഡിന്റെ മേലെ നമ്മൾ ഇതേപോലെ കൊണ്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും Q/2/2, അതായത് Q/4 ഇവിടെയും തന്നെ ആയിരിക്കും Q/4. അങ്ങനെ ഒരുപാട് പേരുകൾ ഉണ്ടാക്കിയിട്ടാണ് ഈ എക്സ്പെരിമെന്റ്സ് ഒക്കെ ആര് കണ്ടക്ട് ചെയ്തത്? കൂളം കണ്ടക്ട് ചെയ്തത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. കോൺസ്റ്റന്റ് ഡയമെൻഷൻ നമ്മൾ പറഞ്ഞു, കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് നമ്മൾ പറഞ്ഞു. ഇനി ഈ കോൺസ്റ്റന്റിന്റെ സിഗ്നിഫിക്കൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ആ കോൺസ്റ്റന്റിന് എന്തിനൊരു വാല്യൂ 9 × 10⁻9 അല്ലേ? ഈ ഒരു കോൺസ്റ്റന്റിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് യൂണിറ്റ് ഞാൻ എഴുതിയിട്ടില്ല, നിങ്ങൾ തന്നെ ആലോചിച്ചെടുത്ത് പറയാം കേട്ടോ. എന്തായിരുന്നു? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ അല്ലേ? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ എന്തെങ്കിലും ന്യൂമറേറ്ററിന് എഴുതട്ടെ, കൂളം⁻². അപ്പോൾ ഇതാണ് നമ്മളെ കോൺസ്റ്റന്റ്. ഈ കോൺസ്റ്റന്റിനെയാണ് നമ്മൾ എന്ത് എഴുതുക? 1/4πε0 എന്ന് എഴുതുക. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇപ്പം എന്തായി? എന്താണൊക്കെ പറഞ്ഞുതരാം, അതിൻ്റെ മുന്നേ ശ്രദ്ധിക്കുക. നമ്മുടെ ഇക്വേഷൻ ഇപ്പം എന്തായി? F = 1/4πε0 Q1 Q2 /R². ഓക്കെ, ഒരു കുഴപ്പമില്ലല്ലോ, സംശയമൊന്നുമില്ലല്ലോ. ഇവിടെ ഈ എപ്സിലൺ എന്താണ്? എപ്സിലൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ε0 കേട്ടോ, എപ്സിലൺ അല്ല, സോറി, ε0 ആണ്. വ്യത്യാസമുണ്ട്, അതെന്താ നമുക്ക് നോക്കാം. ε0 എന്ന് പറഞ്ഞാൽ എന്താ സാധനം? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അപ്പോൾ എന്താണത്? ഞാൻ എപ്സിലൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ സോറി പറഞ്ഞത്. എപ്സിലൺ ഈസ് ഈക്വൽ ടു, എപ്സിലൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ε0 εr എന്ന് വിളിക്കുന്ന പേരാണ് എപ്സിലൺ. അതെന്താ സാധനം? ഇതിന്റെ പേര് നോക്കുക നിങ്ങൾ, ε0 പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അത് വാക്വത്തിലുള്ള പെർമിറ്റിവിറ്റി നമ്മൾ എന്ത് വെച്ച് ഡിനോട്ട് ചെയ്യുക? ε0. ഒരു മീഡിയത്തിലാണെങ്കിൽ അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യേണ്ടത് എപ്സിലൺ എന്നാണ്. അതിന്റെ വാല്യൂ ε0 εr എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അത് നമുക്ക് ഇനി നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂളംസിൽ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഒന്നുകൂടി നമ്മൾ സ്റ്റാർട്ടിങ്ങിലേക്ക് ഒന്ന് വരാം. നമ്മളിവിടെ തുടങ്ങിയത് force between 2 point charges. They are directly proportional to the charges and inversely proportional to the square of the distance between them. അത് നമ്മൾ എഴുതി F proportional to Q1, F proportional to Q2, F proportional to 1/R². നമ്മൾ ഒരുമിച്ച് എഴുതി F proportional to Q1 Q2/R². ആ ഒരു പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് ഈക്വൽ ടു വരെ നമ്മൾ കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ ഇക്വേഷൻ ബിക്കം F = K Q1 Q2/R². അല്ലേ? ക്ലിയർ ആയില്ലേ പറഞ്ഞത്? പിന്നീട് നമ്മൾ ആ കേക്ക് പകരം കൊടുത്താണത് 1/4πε0, where ε0 is the permittivity of free space. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഒന്നും കൂടി ഒന്ന് കേട്ട് നോക്കാം, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ എപ്സിലോണിന്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. ε0 = 8.854 × 10⁻⁻12 കൂളം സ്ക്വയർ N/−1 m/−2. ഇവിടെ നിങ്ങൾ ഈ യൂണിറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് പരീക്ഷയ്ക്ക് ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വാല്യൂ ഇതൊക്കെ MCQയിൽ ഇടയ്ക്കും തരയ്ക്കൊക്കെ ആയിട്ട് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ എപ്സിലോണിന്റെ വാല്യൂ ആണ് പറഞ്ഞത്, അതാണ് ചോദിക്കാറുള്ളത്. അല്ലാതെ നമ്മൾ മീഡിയത്തിലുള്ളത് അങ്ങനെ എപ്പോഴും ചോദിക്കാറില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് പേജിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കവിടെ ചില വെക്റ്റർ നോഷനുമായി ബന്ധപ്പെട്ട ചില ഡയഗ്രങ്ങളും അതുമായി ബന്ധപ്പെട്ട ചില ഇക്വേഷൻസ് ഒക്കെ ആണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോഴ്സ് എന്ന് പറഞ്ഞത് ഒരു വെക്റ്ററാണ് അല്ലേ? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി. എന്താ വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഫിസിക്കൽ ക്വാണ്ടിറ്റികൾക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല ഡയറക്ഷനും കൂടി ഉണ്ടാവും. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വാല്യൂ, അതുപോലെ അതിൻ്റെ പുറമെ ആരും കൂടി ഉണ്ടാവും, ഒരു ഡയറക്ഷനും കൂടി ഉണ്ടാവും. ഇങ്ങനത്തെ ക്വാണ്ടിറ്റി നമ്മൾ എന്ത് വിളിക്കുക? വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുക. ചിലർക്ക് അറിയാത്തവരുണ്ടാവും, അവർ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിവിടെ ഇത്രയും നേരം ചാർജുകളെ പറ്റി ഇങ്ങനെ പറഞ്ഞല്ലോ, Q1 Q2 ചാർജ് ഇട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഇതിനുള്ള ഫോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഫോഴ്സ് രണ്ട് തരത്തിലാവാം. ഒന്നെങ്കിൽ അത് അട്രാക്റ്റീവ് ഫോഴ്സ് ആവാം, അല്ലെങ്കിൽ അതെന്താവാ ഒരു റിപ്പൽസീവ് ഫോഴ്സ് ആവാം. എപ്പോഴത് അട്രാക്റ്റീവ് ഫോഴ്സ് ആവാം? അൺലൈക്ക് ചാർജുകളാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ പ്ലസും മൈനസും വരിക, അതല്ല എന്നുണ്ടെങ്കിൽ മൈനസും പ്ലസും വരിക അല്ലേ? അപ്പോഴൊക്കെ അത് അട്രാക്റ്റീവ് ഫോഴ്സാണ്. അതേ സമയത്ത് രണ്ടും പ്ലസ് ആണെങ്കിൽ എന്താ? റിപ്പൾസീവ് ഫോഴ്സ്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ. അതുപോലെ തന്നെ രണ്ടും മൈനസ് ആണെങ്കിൽ എന്താ? റിപ്പൾസീവ് ഫോഴ്സ്. അപ്പോൾ ആ ഒരു കേസിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഡയറക്ഷൻ പറയേണ്ട ആവശ്യം ഉണ്ടാവും. കാരണം എന്താണ്? അടുത്ത പിക്ചർക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ റെപ്രസെന്റ് നിങ്ങൾ നോക്കൂ, 2 പോയിന്റ് ചാർജ് Q1 ഉം Q2. തൽക്കാലം ഞാൻ പറയാം, ഒന്ന് പ്ലസ് ഒന്ന് മൈനസ്. അപ്പോൾ ഉറപ്പാണല്ലോ അട്രാക്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ തൽക്കാലം അതിൻ്റെ ദൂരം ഒന്ന് മാർക്കട്ടെ, R എന്നുള്ളതാണ് എൻ്റെ ദൂരം. അപ്പോൾ ഇയാൾക്കൊരു ഫോഴ്സ് ഉണ്ട്, ഇയാളെ മേത്തൊരു ഫോഴ്സ് ഉണ്ട് അല്ലേ? അതങ്ങനെയാണ്. ഞാനിപ്പോൾ ഈ മേശേൻ്റെ മേലെ
ഇനി മേശയുടെ മേലെ ഹാർഡായിട്ടൊന്ന് ബീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേശ എൻ്റെ കയ്യിൽ തട്ടി, അതുപോലെ തന്നെ ഞാൻ മേശേൻ്റെ മേലെ തട്ടി, അല്ല എൻ്റെ കൈ മേശേൻ്റെ മേലെ തട്ടി. അപ്പോൾ ഫോഴ്സ് രണ്ട് സൈഡിലുണ്ട് ഫോഴ്സ്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു കേസിലാണെങ്കിൽ Q1 ഒരു ഫോഴ്സ് കിട്ടുന്നുണ്ട്, Q2 ഒരു ഫോഴ്സ് കിട്ടുന്നുണ്ട്. Q2 ആര് കാരണം ഫോഴ്സ് കിട്ടുന്നത്? Q1 കൊണ്ട്. Q1 ആര് കാരണം ഫോഴ്സ് കിട്ടുന്നത്? Q2 കൊണ്ട്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞ പോലെയാണെങ്കിൽ Q1 ഫോഴ്സ് ആരെ കൊണ്ടാണ് കിട്ടുന്നത്? Q2 കൊണ്ട്. അപ്പോൾ നമ്മളിവിടെ ഫോഴ്സ് എങ്ങനെ എഴുതാന്നറിയോ? ഫോഴ്സ് ആരെ മേത്താണ്? 1ന്റെ മേലെ അല്ലേ? ഓൺ 1. അപ്പോൾ എഫ് ആരെ മേലെ കയറി നിൽക്കുന്നത് നോക്ക്? 1ന്റെ മേലെ. അപ്പോൾ ഫോഴ്സ് ഓൺ 1 ആരെ കൊണ്ട്? 2നെ കൊണ്ട്. ഡ്യൂ ടു 2. ഇവിടെ നോക്കുക, ഫോഴ്സ് ആർക്കാണത്? രണ്ടാമത്തെ ബോഡിക്ക്. ആരെ കൊണ്ടാണ്? ഒന്നാമത്തെ ബോഡിക്ക്. ഫോഴ്സ് ഓൺ 2, F2ന്റെ മേലെ കയറി നിൽക്കുന്നത് ഫോഴ്സ് ഓൺ 2 ഡ്യൂ ടു 1. അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത് ഫോഴ്സിന് ഡയറക്ഷനാണ്. അതായത് അത് ഈ ചാർജിന്റെ നേരെയാണോ അതോ അതിന് ഓപ്പോസിറ്റ് ആണോ, ഇതാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്കറിയാം ഒന്ന് പ്ലസും ഒന്ന് മൈനസ് ആണ്. അവർ അട്രാക്ട് ചെയ്യും. Q2 Q1 അട്രാക്ട് ചെയ്യും, Q1 ആരെ അട്രാക്ട് ചെയ്യും? Q2 അട്രാക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ എളുപ്പമുണ്ട്, ഇങ്ങോട്ടാണ് നമ്മൾ ഏരോ മാർക്കിട്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് റിപ്പൽ ചെയ്ത് പോവാണ്, വിട്ട് പോവാണ്. പക്ഷെ തെറ്റാ, വിട്ട് പോവില്ല. എന്താ ചെയ്യുക? ഇതിന്റെ നേരെ പോവാം. അതേപോലെ ഇയാൾ ഇങ്ങോട്ട് പോവോ? ഇല്ല, ഇയാൾ ഇത് നെഗറ്റീവ് ചാർജിലേക്ക് അട്രാക്ട് അല്ലേ പോവാ. അപ്പോൾ ഇയാൾ ഏരോ മാർക്ക് എങ്ങോട്ടാണ് ഉണ്ടാവുക? ഈ സൈഡിലേക്ക്. ഈ ഒരു കാര്യത്തിനെ കറക്റ്റായിട്ട് വെക്റ്റർ നോഷൻ ഉപയോഗിച്ചിട്ട് പറഞ്ഞു എന്നുള്ളത് മാത്രമാണ് നെക്സ്റ്റ് പേജിൽ നമുക്ക് കാണാനുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് ഒന്ന് പോവാം. ആ ടെക്സ്റ്റ് ഡയഗ്രാം വെച്ചിട്ട് തന്നെ നമുക്ക് പറഞ്ഞു പോവാം. അവിടെ എന്തൊക്കെയുള്ളതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ നിങ്ങൾ പിക്ചറൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ നമുക്ക് രണ്ട് ചാർജുകൾ വന്നിട്ടുണ്ട്, Q1 ആൻഡ് Q2 സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് R. തൽക്കാലം ഇവിടെ നിങ്ങൾ R21 എന്നൊക്കെ കാണുന്നുണ്ടാവും അല്ലേ? അപ്പോൾ എന്താ R21 നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുക, ഏതോ ഒരു പോയിന്റ് നിങ്ങൾ തൽക്കാലം ഒറിജിനിൽ നിന്ന് കൂട്ടിക്കുക. ആ ഒറിജിനിൽ നിന്ന് Q1 എന്നുള്ള ആ ചാർജിലേക്ക് പോയിന്റ് ചാർജുകൾ ദൂരം R1 ആണ്, Q2 എന്നുള്ളതിലേക്ക് എത്രയാണ്? R2 ആണ്. സോ അത് രണ്ടിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് നിങ്ങൾ ഈ ഡയറക്ഷൻ നോക്കട്ടെ. R1ൻ്റെ അത് പൊസിഷൻ വെക്ടറാണ്, R2ൻ്റെ ഡയറക്ഷൻ നോക്കുക, സെയിം ഡയറക്ഷൻ ആയിട്ടല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിട്ടാണ്. സോ അതിൻ്റെ ഒരു റിസൾട്ട് തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ രണ്ട് ചാർജുകളുടെ ഡിസ്റ്റൻസ് കാണുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ അതിൻ്റെ ഡിഫറൻസാണ് കാണുക. അതാണ് R2 മൈനസ് R1 അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ R21 എന്ന് വിളിച്ചു. ആ രണ്ടാമത്തേൻ്റെയും ഒന്നാമത്തേൻ്റെയും ഇടയിലെ ഡിസ്റ്റൻസ് R21. എങ്ങനെയാണത്? R2 മൈനസ് R1. ഇനി നെക്സ്റ്റ് ടെക്സ്റ്റ് വായിച്ച് നേരം കളയണമെന്നില്ല, നിങ്ങൾ നേരെ ഡയഗ്രാം നോക്കിയാൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. രണ്ടാമത്തെ പിക്ചർ നോക്കുക. Q1 രണ്ട് ചാർജ് കാണിച്ചിട്ടുണ്ട്, Q1 ആൻഡ് Q2 അല്ലേ? അവിടെ F12 വിട്ടു പോകണു, F21 വിട്ടു പോകണം. ഇവിടെ നമ്മൾ ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല. ഫോഴ്സ് ഡയറക്ഷൻ നോക്കി നോക്കുക നിങ്ങൾ, അത് ദൂരത്തേക്കാണ് പോണത്. രണ്ടും കൂടി നേരെ അല്ല വരുന്നത്, വിട്ടു പോകുന്നു. അതിനർത്ഥം എന്താണ്? ഇത് ലൈക്ക് ചാർജാണ്. ഇത് ലൈക്ക് ചാർജ് ആവും. അതുകൊണ്ടല്ല റിപ്പൽ ചെയ്യണമെന്നാണ് കാണുന്നത്. അൺലൈക്ക് ചാർജ് ചെയ്യുന്നവർ എന്താ ചെയ്യുക? അട്രാക്ട് അല്ലേ ചെയ്യുക. സെക്കൻഡ് ഫിഗർ ഒന്ന് നോക്കി നോക്കൂ. Q2 എന്നുള്ള വര Q1ന്റെ നേരെ, Q1 എന്നുള്ള വര Q2ന്റെ നേരെ. അവിടെ നമുക്ക് എന്താ മനസ്സിലായത്? അവർ അട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്ര ഡിനോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. വെക്റ്റർ നോഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചാർജും അൺലൈക്ക് ചാർജും നമ്മൾ എങ്ങനെ കാണിക്കുന്നത് മാത്രമാണ് ഈ ഒരു പോർഷനിൽ പറയുന്നത്. അത് നമ്മൾ വറീഡ് ആവേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾ ഇത്രയും നേരം നമ്മൾ എന്താ എഴുതിയിരുന്നത്? ഇക്വേഷൻ എന്താ എഴുതിയിരുന്നത്? F is equal to 1/4πε0 Q1 Q2 divided by R². ഇനിയിപ്പോൾ വെക്റ്റർ നോഷൻ ആയതുകൊണ്ട് കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. R നിട്ടാൽ പോരാ, നമ്മുടെ R12 എന്ന് പറഞ്ഞാൽ അതായത് Q1 എന്നുള്ള ചാർജിൻ്റെയും Q2 എന്നുള്ള ചാർജിൻ്റെയും ഇടയിലുള്ള ദൂരം നമ്മൾ R നിട്ടാൽ പോരാ, നമ്മൾ എന്ത് ചെയ്യണം? R12 ഒന്നിൻ്റെ രണ്ടിടയിലുള്ള ദൂരം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊരു ഫോഴ്സിൻ്റെ അല്ലേ ഇക്വേഷനാണ്. അപ്പോൾ റിസൾട്ടിൻ്റെ ഡയറക്ഷൻ വേണം. അപ്പോൾ ആ റിസൾട്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മളിവിടെ കാണിക്കണം. അങ്ങനെ നമ്മൾ സാധാരണ യൂണിറ്റ് വെക്ടറുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ കാണിക്കാറുള്ളത്. സോ R12 ക്യാപ് അല്ലേ, അങ്ങനെ നമ്മൾ ചെയ്യാറുള്ളത്. ഇനി ഒബ്വിയസ്ലി ഇവിടെ നമുക്കിപ്പോൾ ഒരു കാര്യം നമ്മളിപ്പോൾ കണ്ടു, അതായത് Q1ന്റെ മേലുള്ള ഫോഴ്സ് ഇപ്പോൾ ഒരു അൺലൈക്ക് ചാർജ് ആണ്, അട്രാക്ഷൻ ആണ്. ഞാൻ പ്ലസ് ഇട്ടു, ഇവിടെ മൈനസ് ഇട്ടു. Q1ന്റെ ചാർജ് ആരെ നേരെയാണ്? Q2ന്റെ നേരെ. ചാർജ് അല്ല, ഫോഴ്സ് ആരെ നേരെയാണ്? Q2ന്റെ നേരെ. Q2ന്റെ ഫോഴ്സ് ആരെ നേരെ? Q1ന്റെ നേരെ. ഫോഴ്സുകൾ ഓപ്പോസിറ്റ് അല്ലേ? ഇതിന്റെ മേലുള്ള ഫോഴ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞത്? F12 അല്ലേ? അതായത് F11 ഫോഴ്സ് ഓഫ് ഫസ്റ്റ് ബോഡി ഡ്യൂ ടു 2. ഇതെന്താ സാധനം? ഫോഴ്സ് ഓഫ് സെക്കൻഡ് ബോഡി ഡ്യൂ ടു 1. രണ്ടും ഓപ്പോസിറ്റ് അല്ലേ? നോക്കി നോക്ക്, നേരെയാണ്. പക്ഷെ നിങ്ങളൊന്ന് വരച്ചു നോക്ക്. ഒരാൾ ഇങ്ങുണ്ട്, ഒരാൾ ഇങ്ങുണ്ട്. അതിന് നമുക്ക് എന്താ മനസ്സിലാക്കണത്? F12 = -F21. ഇത് നമ്മൾ പണ്ടെപ്പോഴോ എഴുതിയിട്ടുണ്ട്, ഓർമ്മ ഉണ്ടോ? ഇത് നമ്മൾ മൊമെന്റം കൺസർവേഷനൊക്കെ സ്റ്റാർട്ടിങ് ഇക്വേഷൻ ആയിരുന്നു. ന്യൂട്ടന്റെ 3rd ലോയില് നമ്മൾ എഴുതിയ ഇക്വേഷൻ അല്ലേ? നമുക്ക് F12 = -F21.
F21. ഇവിടെ ഈ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ 2 ചാർജിന്റെ സിസ്റ്റം ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറെ നമുക്കതിൽ മാറ്റി പറയാനൊന്നുമില്ല. അപ്പോൾ ഇതും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇവിടെ നമുക്കിനി ടെക്സ്റ്റ് പറയുന്ന ചില റിമാർക്കുകളുണ്ട്, നമുക്കതൊന്ന് ടെക്സ്റ്റ് വായിച്ചിട്ട് തന്നെ പറഞ്ഞു പോവാം. ഇക്വേഷൻ 1.3, ഇത് നമ്മൾ ലാസ്റ്റ് എഴുതിയ ആ വെക്റ്റർ നോഷണൽ ഇക്വേഷൻ 1.3. Equation 1.3 is valid for any sign of Q1 and Q2, whether positive or negative. ഈ ഇക്വേഷൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ വേറൊന്നും വറീഡ് ആവേണ്ട. ഇത് ലൈക്ക് ചാർജ് ആണോ അൺലൈക്ക് ചാർജ് ആണോ Q1 പോസിറ്റീവ് ആണോ Q2 നെഗറ്റീവ് ആണോ എന്നുള്ളത് സംശയങ്ങളൊന്നും വേണ്ട. ഈ ഇക്വേഷൻ കൊടുക്കുകയാണെങ്കിൽ ഇതെല്ലാ പോസിറ്റീവ് നെഗറ്റീവ് എല്ലാ കേസിലും ഇത് വാലിഡ് ആണ്. F21 is along R21. F21 എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓൺ സെക്കൻഡ് ബോഡി ഡ്യൂ ടു ഫസ്റ്റ് ബോഡി. അത് R21ന്റെ അലോങ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിത്രത്തിലേക്ക് ഒന്ന് തിരിച്ചു വരാം. ഇതാണ് നമ്മൾ F21 ഫോഴ്സ്, അതിന് ഡയറക്ഷൻ പറഞ്ഞില്ല കേട്ടോ. ഇഫ് ഇറ്റ് ഈസ് അലോങ് R21, ഇതല്ലേ R21, R21ന്റെ ഡയറക്ഷൻ എവിടെ നിന്ന് അങ്ങോട്ടാ? ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് R21ന്റെ ഡയറക്ഷൻ, ഇവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമത്തെ ചാർജ്, അതിൻ്റെ മേലുള്ള ഫോഴ്സാണ് F21. അപ്പോൾ അത് വിട്ടാണ് പോണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ഇതിനെ റിപ്പൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചാർജ് എന്താണോ അത് തന്നെ ആയിരിക്കും ഈ ഒരു പോയിന്റ് ചാർജിനും ഉണ്ടായിരിക്കുക. ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇത് പോസിറ്റീവ് ആയിരിക്കും, ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഇത് നെഗറ്റീവ് ആയിരിക്കും. ഇനി സപ്പോസ് നമ്മൾ F21ന്റെ സൈൻ എന്ന് പറയുന്നത് R21ന്റെ ഓപ്പോസിറ്റ്, അതായത് നെഗറ്റീവ് ഓഫ് R21 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? ഇങ്ങോട്ടല്ല, തിരിച്ചതിൻ്റെ ഓപ്പോസിറ്റ്. അതായത് R21 ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ അതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ ഫോഴ്സ് ഈ ചാർജിന്റെ നേരെ എന്ന് പറഞ്ഞാൽ ദേ ആർ അട്രാക്ടിങ് ഈച്ചർ. മുമ്പത്തെ കേസിൽ എന്ത് ചെയ്യും? ദേ റിപ്പൽ ഈച്ചർ. ഇപ്പോൾ അവരെന്താണ്? ദേ അട്രാക്ട് ഈച്ചർ. ഇതാണ് അവിടെ അവർ പറയുന്നത്. ഇനി സെക്കൻഡ് പോയിന്റ്, ദ ഫോഴ്സ് F12 ഓൺ ചാർജ് Q1 ഡ്യൂ ടു ചാർജ് Q2 ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ഇക്വേഷൻ 1.3 ബൈ സിംപ്ലി ഇന്റർചേഞ്ചിങ് 1 and 2. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഈ 1, 2 എന്നുള്ളത് നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി കൊടുത്തത്. അതായത് ഉദാഹരണത്തിന് F21 ഫോഴ്സ് ഓൺ 2 ഡ്യൂ ടു 1, F12 എന്താ? ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 2. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഇപ്പോൾ ഇക്വേഷൻ കൊടുത്തത് എന്താ? F21 ആണ്, അതായത് ഫോഴ്സ് ഓൺ 2 ഡ്യൂ ടു 1 ആണ്. സപ്പോസ് നമുക്കറിയേണ്ടത് ഒന്നാമത്തെ ബോഡിയിലുള്ള ഫോഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ 1 2 ഒക്കെ മാറ്റി കൊടുക്കുക. F21 എന്നുള്ളത് F12 ആക്കുക, R21 എന്നുള്ളത് R12 നോക്കുക, ഇവിടെ R21 എന്നുള്ളതും എന്ത് ചെയ്യുക? R12 നോക്കുക. അപ്പോൾ നമ്മൾ സൈനുകളിലൊക്കെ ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വരാം. എനിവേ നമ്മൾ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി തേർഡ് പോയിന്റ് നോക്കാം. Coulomb's law gives the force between two charges Q1 and Q2 in vacuum. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു ഈ എപ്സിലോൺ നോട്ട് എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. ഇപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, പെർമിറ്റിവിറ്റി മാത്രമല്ല ടേം ഉള്ളത്, പെർമിയബിലിറ്റി എന്ന് പറഞ്ഞ ടേം കൂടി ഉണ്ട്. നമ്മൾ വരും ദിവസങ്ങളിൽ വരും ചാപ്റ്ററുകൾ നമ്മൾ കാണും. നിലവിൽ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കുക, ഈ എപ്സിലോൺ നോട്ട് ശ്രദ്ധിക്കുക. ഇത് ഫ്രീ സ്പേസിന്റെ കാര്യമാണ് പറയുന്നത്, മീൻസ് വാക്വത്തിന്റെ കാര്യമാണ് പറയുന്നത്. If the charges are placed in matter or the intervening spaces matter, situation gets complicated due to the presence of charged constituents of matter. We shall consider electrostatics in matter in next chapter. നമ്മൾ അടുത്ത ചാപ്റ്റർ ആണ് കാണുക. അതായത് സപ്പോസ് നമ്മളിത് വാക്വത്തിലല്ല ഈ ചാർജുകൾ ഉള്ളത്, അവരുടെ ഒരു മീഡിയം ഉണ്ടെങ്കിൽ ആ മീഡിയത്തിലുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾ കൂടി നമ്മൾ ഇൻട്രാക്ഷനിൽ വരും. അപ്പോൾ നമ്മൾ അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവും കേസ് ഉണ്ടായിരിക്കുക. അപ്പോൾ അത് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ നമ്മൾ കാണും. അവിടെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എപ്സിലോൺ നോട്ട് അല്ല ഉണ്ടാവുക, എപ്സിലോൺ അല്ലെങ്കിൽ എപ്സിലോൺ ആർ എന്നൊക്കെ കാണാൻ പറ്റും. അത് നമുക്ക് ആ ടോപ്പിക് എടുക്കുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും അതൊന്ന് വായിച്ചു നോക്കുക. ഇതൊരു വലിയൊരു പ്രോബ്ലം അല്ല, ജസ്റ്റ് ഒരു തിയറി പാർട്ട്, കൺസെപ്റ്റ് തിയറി അതിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് നമുക്ക് പോകാതിരിക്കണം ഫോഴ്സസ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജസ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എൻട്രൻസ് ഓറിയന്റായിട്ട് പഠിക്കുമ്പോൾ പലപ്പോഴും വരാറുള്ള ചോദ്യങ്ങളാണ്. ഒരു ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ അല്ലെങ്കിൽ ഒരു ഈക്വൽ സൈഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ 2 സിമിലർ ട്രയാങ്കിളിൻ്റെ എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസുകളിൽ പല ഫിഗറുകളുടെയും പേര് പറഞ്ഞിട്ട് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു റോംബസിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ പാരലോഗ്രാമിൻ്റെ സൈഡിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരേ ചാർജുകളുണ്ട്, അല്ലെങ്കിൽ 4 വെർട്ടീസ്, ഒരു റെക്ടാങ്കിളിൻ്റെ 4 വെർട്ടീസിലും 4 ചാർജ് ഇരിക്കുന്നുണ്ട്, നടുവിലൊരു ചാർജ് കൊണ്ടുപോയി വെക്കണം, അപ്പോൾ അതിൻ്റെ മേലുള്ള ഫോഴ്സ് എത്രയായിരിക്കും എന്നൊക്കെ തുടങ്ങിയ ചോദ്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് പരീക്ഷയ്ക്ക് വരാറുള്ളത്. ഓക്കെ, ഇതിനു മുമ്പ് പറഞ്ഞ ടോപ്പിക് ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഫോഴ്സസ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജസ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ജസ്റ്റ് ഒന്നും കൂടി ഞാൻ ഇതിലേക്ക് മറിച്ച് പോട്ടെ. ഇവിടെ നമ്മൾ 2 ഒബ്ജക്റ്റ് നമുക്ക് ഉണ്ടായിരുന്നു, ഒബ്ജക്റ്റ് അല്ല ചാർജുകൾ. ഓക്കെ, അപ്പോൾ ആ ചാർജുകളുടെ കേസ് പറയുമ്പോൾ നമുക്ക് ആകെ ഒരു R21 നോക്കിയാൽ മതിയായിരുന്നു, F12 മാത്രം നോക്കിയാൽ മതി, ഇയാൾക്ക് F21 മാത്രം നോക്കിയാൽ മതി. സപ്പോസ് ഇവിടെ ഒരു 3, 4 കൂടി ഉണ്ടെങ്കിലോ, അതിൽ ഞാൻ റഫ് ഡയഗ്രാം വരയ്ക്കാം. ഇവിടെ നോക്ക്, ഒരു റെക്ടാങ്കിൾ അല്ലെങ്കിൽ ഒരു സ്ക്വയർ, ഇവിടെ ഒരു ചാർജ് Q1, ഇവിടെ ഒരു ചാർജ് Q2,
ഇവിടെ ഒരു ചാർജ് ഉണ്ട് Q3 ആൻഡ് ഇവിടെ ഒന്ന് Q4. ഇയാളെ മേലെ ആരുടെയൊക്കെ കൊണ്ടുള്ള ഫോഴ്സുകളുണ്ട്? ഇതിനെ കൊണ്ടുള്ള ഫോഴ്സ് ഉണ്ട്, ഇതിനെ കൊണ്ടുള്ള ഫോഴ്സ് ഉണ്ട്. പോരാത്തതിന് ഇയാളെ വക ഡയഗണലി ഇയാളെ വക ഫോഴ്സ് ഉണ്ട്. സോ നേരത്തെ എഴുതിയത് നമ്മൾ ഒരു F12 മാത്രം എഴുതിയത്, ഇപ്രാവശ്യം F12 ഉണ്ടാവും. ഓക്കെ, പിന്നെ ഇയാളെ വക F14 ഉണ്ടാവും, ഇയാളെ വക എന്തുണ്ടാവും? F13. ഇത് മൂന്നും കൂട്ടിയാലല്ലേ ഇതിൻ്റെ മേലെ നെറ്റ് ഫോഴ്സ് കിട്ടുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആകാൻ പോവാണ് കേസുകൾ. പക്ഷേ ഇപ്പോഴും നമ്മൾ വാക്വത്തിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് പോവാം. ഫോഴ്സസ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജസ് അല്ലേ? ഫോഴ്സസ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജസ്. ഇത് വളരെ എളുപ്പമാണ്, ജസ്റ്റ് ഒരു ടോപ്പിക്കായിട്ട് ഉണ്ടെന്ന് മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി. ഫോഴ്സസ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജസ്. അപ്പോൾ നമുക്ക് ഫിഗർ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ എത്രയേ ഉള്ളൂ, ഒരു ഒബ്ജക്റ്റിൻ്റെ മേലെ, ഒരു പോയിന്റ് ചാർജിൻ്റെ മേലെ ഒരുപാട് ഫോഴ്സുകൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ ഫോഴ്സ് എങ്ങനെയാണ് കാണുക? അതിൻ്റെ സമ്മേഷൻ ഓവർ എന്ന് പറഞ്ഞിട്ട് ഇക്വേഷനിലേക്ക് നമുക്ക് എത്തണം. അതോടുകൂടി ഇക്വേഷൻ കഴിഞ്ഞു. ആൻഡ് ഇതാണ് നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് ടോപ്പിക്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ലാസ്റ്റ് ടോപ്പിക്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, സംശയങ്ങൾ ക്ലിയർ ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു റഫ് ഡയഗ്രാം ടെക്സ്റ്റിലുള്ളത് തന്നെ കറക്റ്റായിട്ട് വരച്ചോളണമെന്നില്ല, നമുക്ക് ഏതെങ്കിലും ഒരു ഡയഗ്രാം വരച്ചാൽ മതി. തൽക്കാലം നമുക്കും തന്നെ ഒരു ഡയഗ്രാം, ലെറ്റ് മീ ഡ്രോ എ റെക്റ്റാങ്കിൾ ഹിയർ, ഒരു റെക്റ്റാങ്കിളോട് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഓരോ വെർട്ടീസിലും ലെറ്റ് മീ മാർക്ക് ഹിയർ Q1, Q2, Q3 ആൻഡ് Q4. 4 ചാർജുകൾ ഞാൻ മാർക്ക് ചെയ്തു. അപ്പോൾ 4 ചാർജുകളോടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഓരോ ചാർജിൻ്റെ മേലെയും മറ്റ് 3 പേരുകളുടെ ഫോഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതാ ഒന്നാമത്തെ Q2നെ കൊണ്ട് Q1ൻ്റെ മേലെ ഫോഴ്സ് ഉണ്ട്. അതെങ്ങനെ ഉണ്ടാവുക? ടോപ്പ് സൈഡിലേക്കാണല്ലേ, Q2 Q1ൻ്റെ മേലെ. ആ ഫോഴ്സ് ഏതായിരിക്കും? F12. F1 എന്നാണ് എന്താ വായിക്കേണ്ടത്? ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 2. ഒന്നാമത്തെ ബോഡീൻ്റെ മേലുള്ള ഫോഴ്സ് ആരെ കൊണ്ട്? രണ്ടാമത്തേനെ കൊണ്ട്. ഇനി Q4 Q1ൻ്റെ മേലെ, അതെങ്ങണ്ട? Q4 Q1 ഇവിടെ നിന്ന് കണ്ടില്ല, അപ്പോൾ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാനിങ്ങനെ മാർക്ക് ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ തന്നെ സാറിത് എന്താ പുറത്തേക്ക് മാർക്ക് ചെയ്തത്? ഇത് റിപ്പൽഷനാണ് നമുക്കറിയോ, നമ്മളത് അറിയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മളെ ഫോഴ്സ് മാർക്ക് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അതിനുള്ളിലേക്കോ ആവാം പുറത്തേക്കോ ആവാം. അതിപ്പോൾ നമ്മൾ എങ്ങോട്ട് വേണമെങ്കിൽ മാർക്ക് ചെയ്യുക. അത് നമ്മൾ റിസൾട്ടൻ്റ്, നമ്മൾ ഫൈനൽ ആൻസർ വരുമ്പോൾ കറക്റ്റ് നമ്മുടെ വാല്യൂ കൃത്യമായിട്ട് തന്നെ വരും. ഇവിടെ നമ്മൾ ഏതായാലും നമ്മൾ മാർക്ക് ചെയ്യണം എങ്ങനെയാണെന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ നമ്മളെ ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 4 F14. ഒരാളും കൂടി ബാക്കിയില്ല, മൂന്നാമത്തെ ഒരാളത് അവിടെ. അയാളെങ്ങനെ ഉണ്ടാവുക? അയാളത് ഇവിടെ നിന്ന് ഈ ഡയഗണലിൽ വരിക. അപ്പോൾ അത് അവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് അയാളെ നമ്മൾ വരച്ചു. F13 ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 3. നേരത്തെ ഇക്വേഷൻ എഴുതിയ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു അല്ലേ? എന്താണ് ആ കാര്യം? അതായത് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R² ആണല്ലോ. ഇതല്ല നമ്മൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ. ക്ലിയർ ആണല്ലേ? നമ്മൾ എഴുതി. നമ്മൾ വെക്റ്റർ നോഷൻ വന്നപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? F12 എന്ന് ഇവിടെ ഇട്ടാൽ ഇവിടെ നമ്മൾ 12 എന്ന് പറയും, ഇവിടെ നമ്മളൊരു യൂണിറ്റ് വെക്റ്റർ അതും 12 എന്ന് കൊടുക്കും. ഇപ്രാവശ്യം നമുക്ക് അങ്ങനത്തെ എത്ര ഇക്വേഷൻസ് ഉണ്ട്? നമുക്ക് 1, 2, 3. ഒരു ഇക്വേഷനിൽ ഫുൾ 12 എന്ന് കൊടുക്കണം, ഒരു ഇക്വേഷനിൽ ഫുൾ 13 എന്ന് കൊടുക്കണം, ഒരു ഇക്വേഷനിൽ ഫുൾ എന്ത് കൊടുക്കണം? 14. ഇത് മൂന്നും കൂടി ചേർത്ത് കഴിഞ്ഞാൽ Q1ൻ്റെ മേലുള്ള ടോട്ടൽ ഫോഴ്സ്, അതായത് നമുക്ക് ടോട്ടൽ ഫോഴ്സ് നമുക്ക് F1 റെപ്രസെൻറ്റ്. അപ്പോൾ F1 എന്തൊക്കെയാണ്? F1 ഈസ് ഈക്വൽ ടു F12 ഇതായി. ഓക്കെ, പ്ലസ് F13 പ്ലസ് F14. ഇത് മൂന്നും കൂടി ചേർത്താൽ കിട്ടുന്ന ഫോഴ്സാണ് ആര്? F1 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ 3 ആളുകളുടെ ഇക്വേഷൻസ് ഒന്നും കൂടെ എഴുതാം. അവിടെ ശ്രദ്ധിക്കുക. F12 ഈസ് ഈക്വൽ ടു എന്താ? F12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ, ശ്രദ്ധിക്കുക ഇവിടെ 120, ഇവിടെ എന്ത് കൊടുക്കുക? R12. ഇത് ഡിസ്റ്റൻസ് ആണ്, വെക്ടർ ഒന്നുമല്ല, ജസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. പൊസിഷൻ വെക്ടർ അല്ലെങ്കിൽ ജസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ തന്നെ ധാരാളം. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ ഒരു ക്യാപ്പ്, യൂണിറ്റ് വെക്ടർ ഇവിടെ കിടക്കുന്നുണ്ട്, R12 ക്യാപ്പ്. ഓക്കെ, ഇനി അടുത്തത് ഇതാണ് F13 ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R13. വീണ്ടും R13, പക്ഷെ ഇതൊരു വാല്യൂ അല്ല, ജസ്റ്റ് ഒരു ഡയറക്ഷൻ. യൂണിറ്റ് വെക്ടറിൻ്റെ ഡെഫിനിഷൻ അറിയാമല്ലോ അല്ലേ? ഒരു വെക്ടർ വിത്ത് യൂണിറ്റ് ഡയമെൻഷൻ. അടുത്തത് അരഞ്ഞേരെ ബാക്കിയുള്ളത് F14. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് Q1 മാത്രമല്ല, അതേപോലെ Q2ൻ്റെ മേലുണ്ട്, Q3ൻ്റെ മേലുണ്ട്, Q4ൻ്റെ മേലുണ്ട്. തൽക്കാലം നമ്മൾ ആരെ മാത്രം എടുത്തത്? Q1. F14 is equal to 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R14. ഇവിടെയും R14 ക്യാപ്. ക്ലിയർ ആണല്ലോ എഴുതിയത്? ഇത് മൂന്നും ചേർത്ത് കഴിഞ്ഞാൽ ആര് കിട്ടും? നമുക്ക് F1 കിട്ടുന്ന പറഞ്ഞത്.
ഓക്കെ, ഇത് മൂന്നും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ആര് കിട്ടും? F1 കിട്ടും. സോ റബ് ദീസ് തിങ് ഇതൊക്കെ നമുക്കൊന്ന് മായ്ക്കുക, എന്നിട്ട് നമുക്ക് ബാക്കി എഴുതാം. അപ്പോൾ എന്താണ്? F1 ഈസ് ഈക്വൽ ടു മൂന്നും ചേർക്കട്ടെ. അപ്പോൾ ഞാൻ തൽക്കാലം ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതണം. 3ൽ 1/4 ഉണ്ട്, 3ലും Q1 ഉണ്ട്, ബാക്കിയെല്ലാം ഡിഫറെൻറ്റ്, പക്ഷേ ഈ ടേംസ് എല്ലാത്തിലും ഉണ്ട്. സോ നമുക്കതിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. Q1 ഡിവൈഡഡ് ബൈ 4πε0, എന്നിട്ട് ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ എന്ത് എഴുതേണ്ടത്? Q2 ഡിവൈഡഡ് ബൈ R12 ഫസ്റ്റ് ടേമത്തത്, ഇവിടെ ആരുണ്ട്? R12 ക്യാപ്പ് ഇവിടെ കിടക്കുന്നത്, പ്ലസ് Q3 ഡിവൈഡഡ് ബൈ R13, ഇവിടെ ആരുള്ളത്? R13 ക്യാപ്പ്, പ്ലസ് Q4 ഡിവൈഡഡ് ബൈ R14, ഇവിടെ വരാം R14 ക്യാപ്പ്. ഓക്കെ, ക്ലോസ് ബ്രാക്കറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്തത്? Q1/4 എല്ലാത്തിലും ഉണ്ട്. ഇതിലും Q1 ഉണ്ട്, ഇതിലും Q1 ഉണ്ട്, ഇതിലും Q1 ഉണ്ട്, എല്ലാത്തിലും ഒരു 4 പെപ്സിലോട്ട് ഡിനോമിനേറ്ററിൽ കിടക്കുന്നുണ്ട്. അതിനെ പുറത്തേക്ക് എടുത്തു, ബാക്കി എല്ലാവരും ഉള്ളിലേക്ക് എടുത്ത് എഴുതി വെച്ചു അല്ലേ. അപ്പം നമുക്ക് ഇതിനെ വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്തിട്ട് F1 സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്കൊരു സമ്മേഷൻ രൂപത്തേക്ക് എത്തിക്കാൻ പറ്റും. Q1/4πε0 സമ്മേഷൻ ഓവർ I ഈസ് ഈക്വൽ ടു എന്താ? 1 to n. അങ്ങനെ നമ്മൾ സാധാരണ ഇടാറുള്ളത്. ഇനിയോ ഇവിടെ പ്രശ്നം ഉണ്ടല്ലോ, I ഈക്വൽ ടു 1 to n കൊടുക്കാൻ പാടുണ്ടോ? പറ്റുമോ? കാരണം ഒന്നാമത്തെ ഏതാ? 2 അല്ലേ, രണ്ടാമത്തെ 3, മൂന്നാമത്തെ 4. അപ്പോൾ 1 കൊടുക്കാനുള്ള സ്ഥലമില്ല, 1 ഓൾറെഡി പുറത്ത് നമ്മൾ എടുത്തിട്ടു. സോ 1 കൊടുക്കണ്ട. എത്ര കൊടുക്കാം? നമ്മളുടെ I ഈസ് ഈക്വൽ ടു 2 to n QI അല്ലേ, സോറി QI ഡിവൈഡഡ് ബൈ R1I. കാരണം I 1 മാറില്ല, എല്ലാവർക്കും 1 ഉണ്ട്. ഇവിടെയോ R1I ക്യാപ്പ്. ഇത്ര ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സമ്മേഷൻ കഴിഞ്ഞു, നമ്മൾ ഇക്വേഷൻ കംപ്ലീറ്റ് ആയി. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഇപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം. നെക്സ്റ്റ് പേജ് എടുത്ത് നോക്കും. അപ്പോൾ അത് അവിടെ കൊടുത്തിട്ട് F1 ഈസ് ഈക്വൽ ടു ഓരോ ഫോഴ്സ് ആഡ് ചെയ്തു, അതിനൊക്കെ കോമൺ ആയിട്ട് നമുക്ക് നമ്മൾ Q1/4πε പുറത്തേക്ക് എടുത്തു. സമ്മേഷൻ I ഈസ് ഈക്വൽ ടു 2 to n QI/R. ഇവിടെ നമ്മളൊരു സ്ക്വയർ ഇട്ടിട്ടുണ്ടല്ലോ, ഇവിടെയൊക്കെ ഒരു സ്ക്വയർ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ R1I ഇവിടെ എന്തുണ്ടാവും? ഒരു സ്ക്വയർ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്താണ്? ഫൈനൽ ഇക്വേഷൻ എന്താണ്? ഞാനൊന്ന് എടുത്ത് എഴുതാം. F1 ഈസ് ഈക്വൽ ടു Q1 ഡിവൈഡഡ് ബൈ 4πε0 സമ്മേഷൻ ഓവർ I ഈസ് ഈക്വൽ ടു 2 to n QI/R1I സ്ക്വയർ R1I ക്യാപ്പ് അല്ലേ. ഇക്വേഷൻ ക്ലിയർ അല്ല പറഞ്ഞത്? ഒന്നും കൂടി തുടക്കം തൊട്ട് പറയാം. നമ്മൾ ആ ഫിഗർ ഒന്നുകൂടി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എടുക്കുക. അവിടെ നിങ്ങൾക്ക് നോക്കാം, Q1ൻ്റെ മേലെ നമുക്ക് 3 ഫോഴ്സിലാണ് ആക്ട് ചെയ്യണത്. ആ 3 ഫോഴ്സുകളുടെ കൂടി ആഡ് ചെയ്ത് നമുക്ക് ആരെ കിട്ടും? F1 കിട്ടും, അല്ലെങ്കിൽ റിസൾട്ടൻ്റ് ഫോഴ്സിന് കിട്ടും. അപ്പോൾ നമ്മൾ 3 സെപ്പറേറ്റ് ആയിട്ട് എഴുതി, 3 കൂടി ചേർക്കുമ്പോൾ നമുക്ക് Q1/4πε0 എല്ലാത്തിനും കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ പറ്റും. ബാക്കി എല്ലാത്തിനും നമ്മൾ സമ്മേഷൻ കൊടുത്തു. വാല്യൂ 2 മുതലേ തുടങ്ങാൻ പാടുള്ളൂ, കാരണം 1 ഉള്ള ടേം എവിടെയില്ല. പിന്നെ Q1 നമ്മളിവിടുത്തെ ക്വസ്റ്റ്യനിലുള്ള ആളാണ്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഏത് ചാർജ് ചെയ്യണം നമ്മൾ ഫോഴ്സ് കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നത്, അയാളെ വാല്യൂ ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ F2 ആണ് കാണാൻ ഉദ്ദേശിക്കുന്നത്. F2 അവിടെ ഒരു പ്രശ്നം വരും. 1 എന്നുള്ള ടേം ഉണ്ടാവും, പക്ഷേ 2 ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമുക്കവിടെ കുറച്ചും കൂടി വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വരും. എനിവേ നമ്മളിവിടെ ജനറലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം I ഈസ് ഈക്വൽ ടു 2 to n കൊടുക്കുക. അതുപോലെ QI/R1I സ്ക്വയർ R1I ക്യാപ്പ്. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് ടോപ്പിക്ക്. ഇത് ഇന്നെടുത്ത കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ ചോദിക്കുക, അല്ലെങ്കിൽ നേരിട്ട് കോൺടാക്ട് ചെയ്യുക. എനിവേ തന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുക. അതുപോലെ നമ്മൾ ലാസ്റ്റ് നമ്മളെ എടുത്ത പോർഷനിലും ഇന്നെടുത്ത പോർഷനിലും ചെറിയ 2 ക്വസ്റ്റ്യൻസ് കൂടി തരാം. ഓക്കെ, നമ്മൾ ഇന്ന് ഈ ടോപ്പിക്കോട് കൂടി വൈൻഡപ്പ് ചെയ്യാണ്. സോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരിക്കൽ കൂടി പറയട്ടെ, നന്നായിട്ട് വർക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. അതുപോലെ തന്നെ ഇന്നെടുത്ത കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എനിവേ നമ്മളിന്ന് ചെറിയ 1-2 ഹോംവർക്കുകൾ നിങ്ങൾ ചെയ്ത് നോക്കുക. എന്തെങ്കിലും അറിയാത്ത കാര്യങ്ങളൊക്കെ കിട്ടാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. അപ്പോൾ നമുക്ക് അധികം ടോപ്പിക്കൊന്നും ആയിട്ടില്ല, ഒരു 2 ക്വസ്റ്റ്യനുകൾ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കുക കേട്ടോ, എന്നിട്ട് ചെയ്യുക. തീർച്ചയായിട്ടും എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അറിയിക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ 5 microcoulomb charge flowing through a wire
find out the number of electrons, find out the number of electrons corresponding to this. Okay. Second question, find out the force between two charges of 6 millicoulomb each, separated by a distance of 5 centimeter. ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക, നമ്മൾ ഫോളോ ചെയ്യേണ്ട ഏത് സിസ്റ്റമാണ്? SI സിസ്റ്റമാണ് കേട്ടോ. അപ്പോൾ അവിടെ മില്ലി മൈക്രോ സെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് എഴുതിക്കാൻ മാറ്റേണ്ടത് നോക്കുക, അതിലേക്ക് കൺവേർട്ട് ചെയ്യുക. രണ്ട് ക്വസ്റ്റ്യനേ ഉള്ളൂ, നിങ്ങൾ സോൾവ് ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക. എനിവേ ലെറ്റ് us see next video. Thank you.